കാർഷിക വാർത്തകൾ. കേരളത്തിൽ പുതിയ പ്രതീക്ഷയുമായി മാറുകയാണ് മക്കാഡാമിയ കൃഷി. കിലോയ്ക്ക് 4000 രൂപ വരെ വില ലഭിക്കുന്ന ഈ വിദേശ വിള ഉയർന്ന പോഷക ഗുണവും പ്രീമിയം വിപണിയും കാരണം കർഷകരുടെ ശ്രദ്ധ നേടുകയാണ്. വിലയും വിപണിയും കൊണ്ട് ലോകശ്രദ്ധ നേടിയ മക്കാഡാമിയ ഇനി കേരള കർഷകർക്കും പ്രിയം. വെണ്ണയുടെ രുചിയും ഉയർന്ന പോഷക ഗുണവും കാരണം ബലവർഗ്ഗങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മക്കാഡാമിയയ്ക്ക് 4000 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഈ വിള ഇപ്പോൾ കർണാടക, തമിഴ്നാട്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥ മക്കാഡാമിയ കൃഷിക്ക് അനുയോജ്യമാണെന്ന വിലയിരുത്തലാണ് കർഷകരിൽ പ്രതീക്ഷ ഉയർത്തുന്നത്. എന്നാൽ വിപണി സ്ഥിരതയും വിപണന സൗകര്യങ്ങളും വിലയിരുത്തിയ ശേഷമേ വ്യാപക കൃഷിയിലേക്ക് കടക്കാവൂ എന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഴക്കാലത്തിന് മുമ്പ് സംസ്ഥാനത്തെ മുഴുവൻ നെല്ല് സംഭരണം പൂർത്തിയാക്കാൻ സർക്കാർ നീക്കം ശക്തമാക്കി. കർഷകർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക തുക വേഗത്തിൽ വിതരണം ചെയ്യാനും നിർദ്ദേശം നൽകി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. മഴക്കാലത്തിന് മുൻപ് സംസ്ഥാനത്തെ മുഴുവൻ നെല്ല് സംഭരണം പൂർത്തിയാക്കാൻ കർശന നിർദ്ദേശം നൽകി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വിവിധ ജില്ലകളിലെ സംഭരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർഷകർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക തുക എത്രയും വേഗം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിന് മുൻപ് നെല്ല് സംഭരണം പൂർത്തിയാക്കുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാകും എന്നാണ് വിലയിരുത്തൽ. സർക്കാർ ഇടപെടൽ കാർഷിക മേഖലയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതായും കർഷക സംഘടനകൾ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ നാളികേര വിലയിൽ നേരിയ വർധന. ചില ജില്ലകളിൽ കൊപ്രയ്ക്കും തേങ്ങയ്ക്കും വില ഉയർന്നപ്പോൾ മറ്റു മേഖലകളിൽ സ്ഥിരത തുടരുകയാണ്. മഴക്കാലം അടുത്തെത്തുന്നതും ഉൽപ്പാദനച്ചെലവ് കൂടുന്നതും വിപണിയെ സ്വാധീനിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. കേരളത്തിലെ നാളികേര വിപണിയിൽ ഈ ആഴ്ച നേരിയ വില വർധനയാണ് രേഖപ്പെടുത്തുന്നത്. കൊപ്രയുടെ വില കിലോയ്ക്ക് 165 മുതൽ 170 രൂപ വരെയായി. തേങ്ങയുടെ വിപണി വില ഒന്നിന് 38 മുതൽ 45 രൂപ വരെയാണ് വിവിധ ജില്ലകളിൽ രേഖപ്പെടുത്തുന്നത്. കൊച്ചിയിലും കോഴിക്കോട് വിപണികളിലും മികച്ച ഗുണമേന്മയുള്ള തേങ്ങയ്ക്ക് കൂടുതൽ ആവശ്യമാണ് അനുഭവപ്പെടുന്നത്. വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 255 മുതൽ 270 രൂപ വരെയായി ഉയർന്ന നിലയിൽ തുടരുകയാണ്. മഴക്കാലം അടുത്തെത്തുന്നതും വിപണിയിലെ ലഭ്യത കുറയുന്നതുമാണ് വില ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം വരും ദിവസങ്ങളിൽ ഉൽപ്പാദനവും വരവും കൂടിയാൽ വിലയിൽ വീണ്ടും മാറ്റമുണ്ടാകാനിടയുണ്ടെന്നും വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.